നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രാവിലെ കമല ക്ഷേത്രത്തിലേക്ക് പോവാണ്. കമല ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ മനോരി പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, എൻ്റെ മോനെ ആപത്തിൽ ഉൾപ്പെടുത്തരുതേ. അവനെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരണം. അവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറണം. ഒരിക്കലും അവനങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ മനോരുകി കമല പ്രാർത്ഥിച്ച് വിക്രത്തിന്റെ പേരിൽ അർച്ചനയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുകയാണ്. ഈ സമയത്ത് നന്ദിനി ശ്രീജയുടെ അടുത്തേക്ക് വന്നു. ശ്രീജയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ശ്രീജയടുത്തി, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇനി എങ്ങാനും വിക്രത്തെ എങ്ങാനും ആ വാസവന്റെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ വാസവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് വേറൊരു പണിയില്ലേന്ന് ചോദിച്ചു. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ. ഒരു വശത്ത് പോലീസ്, ഒരു വശത്ത് വാസവന്റെ ഗുണ്ടകള്. അവര് മുമ്പൊന്നും വന്നിട്ട് പോയതല്ലേ, ഇനി ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ? എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി എന്ത് ചെയ്തു, കെട്ടുങ്കരയിലേക്ക് പോയി വെള്ളം കോരുവാണ്. അങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നത്. നന്ദിനി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാറിനകത്തുനിന്ന് വാസവനും കുറെ ഗുണ്ടകളും കൂടി ഇങ്ങനെ ഇറങ്ങുവാണ്. അവരെ കണ്ടിച്ചപ്പോൾ നന്ദിനി ഒന്ന് ഭയന്നു. കയ്യിലുണ്ടായിരുന്ന തൊട്ടിയും കാര്യങ്ങളൊക്കെ കിണറ്റിലേക്ക് തന്നെ വീണു. നന്ദിനി അകത്തേക്ക് അച്ചാന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോഴേക്കും വാസവനും ഗുണ്ടകളൊക്കെ അങ്ങോട്ട് വന്നു. എന്താ നന്ദിനി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അച്ഛ, ആ വാസവനും അയാളുടെ കുറെ ഗുണ്ടകളെന്ന് പറഞ്ഞു. വാസവനും ഗുണ്ടകളാ? അതെ അച്ഛ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീജയും വിശ്വവും വിനായകനും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം വാസവ സിറ്റ് ഔട്ടിലേക്ക് അങ്ങോട്ട് കയറി. എന്തൊക്കെയുണ്ട് മാഷെ വിശേഷം എന്ന് ചോദിച്ചു. ആ സമയത്ത് മാഷ് പറഞ്ഞു, എന്താ വാസവ ഈ സമയത്തെന്ന് ചോദിച്ചു. ഇങ്ങനെ വരുന്നതിന് ഇപ്പൊ സമയം കാലം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മാഷിന്റെ മോനെ ഇടയ്ക്കൊന്ന് വന്ന് കാണണ്ടേന്ന് ചോദിച്ചു. അതിന് അവനിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവനിവിടെ ഇല്ലെന്നറിയാം, പക്ഷേ എങ്കിലേ അവനിവിടെ ഇല്ലെങ്കിലും ഇവിടെ വന്ന് ഇടയ്ക്കൊന്ന് എനിക്ക് തല കാണിക്കണം. എന്തിനാണെന്നറിയാവോ? ഞാനിവിടെ വന്നെന്നറിഞ്ഞാലോ അവൻ ഇനി എവിടെ ഉണ്ടെങ്കിലും പൊങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, വീട്ടിൽ കയറി വന്ന് പറഞ്ഞ് ഗുണ്ടായസം കാണിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഗുണ്ടായസം കാണിച്ചു, നിങ്ങളുടെ ഗുണ്ടകൾ. ഒരു കാര്യം പറയാം, ഇനി ഇങ്ങനെ ഗുണ്ടായസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസ് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനയൻ പറഞ്ഞു, അതെ വീട്ടിൽ വന്ന് കയറി അനാവശ്യം കാണിക്കുന്നു. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു. വാസുവിന് ഒറ്റ അടിയായിരുന്നു വിനായകനിട്ട്. വിനായകൻ താഴെ വീണു. അപ്പോഴേക്കും നന്ദിനി അയ്യോ വിനയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിനായകനെ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയം വിശ്വം പറഞ്ഞു, എന്താ സാറേ ഈ കാണിക്കണമെന്ന് ചോദിച്ചു. വിക്രം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ വിക്രത്തെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. എടാ, വിക്രമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ വിക്രത്തിനെ എനിക്ക് വരുത്തണമല്ലോ, അതിനുള്ള ചില പൊടിക്കൈകളൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മാഷിന്റെ കഴുത്തിന് അങ്ങോട്ട് കയറി കുത്തി പിടിക്കണം. മാഷാണെങ്കിൽ കിടന്ന് പിടഞ്ഞപ്പോഴത്തേനും വിശ്വവും വിനായകനും എല്ലാം കയറി പിടിക്കണം. ആ സമയത്ത് മാഷിന്റെ കവളയിലേക്ക് കുത്തിപ്പിടിച്ചു. മാഷേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോനെ എത്രയും പെട്ടെന്ന് തന്നെ വരുത്തിച്ചോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എൻ്റെ കയ്യിൽ അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ജീവനോടെ കാണത്തില്ല. എൻ്റെ ഒരു ഒറ്റ മോനായിരുന്നു വരുണ, അവനെയാണ് അവൻ ഇല്ലാതാക്കിയത്. അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ വിക്രത്തിൻ്റെ? നിങ്ങളുടെ മോനെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് മാഷിനെ പിടിച്ചിങ്ങനെ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് കമല ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ മാഷേന്ന് പറഞ്ഞുകൊണ്ട് കമല ഓടി അങ്ങോട്ട് വരുവാണ്. ആ സമയം മാഷിനെ വിട്ടിട്ട് കമലയുടെ അടുത്തേക്ക് വന്നു. ആഹാ, ഇതാര്? എന്ത് പറ്റി? രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയി മകന് വേണ്ടിയിട്ട് മനോരി പ്രാർത്ഥിച്ചിട്ട് വന്നായിരിക്കുമല്ലോ അല്ലേ? പക്ഷേ എങ്കിൽ വെറുതെയാ, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ വാസവന്റെ അവന്റെ തീയതി കുറിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം നല്ലൊരു മുഹൂർത്തം കൂടെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതും പറഞ്ഞോട്ട് കമലയുടെ കയ്യിലിരിക്കുന്ന പ്രസാദത്തിലേക്ക് നോക്കി. മകന് വേണ്ടി പ്രസാദം കഴിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് അതങ്ങോട്ട് പിടിച്ചു വാങ്ങിച്ചു. അതങ്ങോട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് അതങ്ങോട്ട് ഭസ്മൊക്കെ ഉണ്ടായിരുന്നതിന് അതിനകത്ത് അതൊക്കെ അങ്ങോട്ട് ഊതിക്കളയാണ്. ഒരു നിമിഷം കമല ഞെട്ടിപ്പോയി. അപ്പോഴേക്കും പറഞ്ഞു, നിങ്ങൾക്കിട്ടെ കിട്ടാൻ പോകുന്നുള്ളൂ. കാരണം നിങ്ങളുടെ മകന് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തീരുന്ന നിങ്ങൾ കാണുമെന്ന് പറയണ. എൻ്റെ മകൻ്റെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങളുടെ മകനും ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും മാഷ് വന്നിട്ട് പറഞ്ഞു, ദേവാസ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കിയാൽ താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് മാഷിനെ അടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇടയ്ക്കിലേക്ക് കമല കയറി. ഈ സമയത്ത് കമലയെ പിടിച്ച് തള്ളി വിടുവാണ്. കമല അങ്ങോട്ടേക്ക് പോയി വീണു. ആ സമയം വാസവൻ പറഞ്ഞു, ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വരുന്നത്, അറിയാലോ. വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്ന അറിയാലോ. മര്യാദയ്ക്ക്
മകനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ നോക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് വാസവൻ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും കമലയെ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ് വിശ്വമൊക്കെ ചേർന്നിട്ട്. അപ്പോഴേക്കും കമലയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം എല്ലാവരും പേടിച്ചുപോയി. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുവാണ് ശ്രീജയൊക്കെ. ആ സമയത്ത് മാഷ് പറഞ്ഞ് കമലയെ എഴുന്നേക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കമലയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പിടിക്കട വിഷം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് പറഞ്ഞു. ഉടനെ എന്നെ വണ്ടി വിളിച്ച് അവർ കമലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇതൊന്നും പക്ഷേങ്കിൽ വേദയെ വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല. വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് വേദ വീട്ടിലേക്ക് പോയിട്ട് വേദ മുറിയിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, അടുത്ത നടപടി എന്താ ചെയ്യേണ്ടതെന്ന്. വിക്രത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം, ഇവിടെ വെച്ച് വേണം വിക്രത്തെ സംരക്ഷിക്കാനായിട്ട്. കാരണം പുറത്തൊരിടത്ത് സേഫ് അല്ല, വീട്ടിലാകുമ്പം കുഴപ്പമില്ല. ഈ പറയുന്ന ശ്രീയേട്ടന് ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. പക്ഷെ അതിനു മുമ്പ് ദീപ്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ദീപ്തി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിക്രമാണ് ചെയ്തതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദ ദീപ്തിയുടെ അടുത്തേക്ക് വന്നു. ദീപ്തിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ദീപ്തി ചോദിച്ചു, എന്താ വേദിച്ചെന്ന് ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ദീപ്തി ചോദിച്ചു, എന്താ പറയാനുള്ളത്? അത് പിന്നെ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, വേണ്ട വേദേച്ചി, വിക്രമേണ്ണെ ന്യായീകരിച്ചുകൊണ്ട് വരണ്ട. ഞാനും കുറേ സപ്പോർട്ട് ചെയ്താ, പക്ഷേ എങ്കിൽ ഇപ്പം എനിക്ക് അയാളുടെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ദീപ്തി നിനക്ക് തെറ്റി, ഒരിക്കലും വിക്രമേണ്ണൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, വേണ്ട, വെറുതെ എന്നോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ട. വിക്രമേണ്ണനെ ന്യായീകരിക്കാനെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എൻ്റെ അടുത്തത് വേണ്ടാന്ന് പറയണം. ഇതിന് മാത്രം എന്ത് വലിയ തെറ്റാ ഞാനും വരണമൊക്കെ നിങ്ങളോട് ചെയ്തേ? നിങ്ങളോട് അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? വിക്രമേണ്ണനോട് ഞാൻ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കൂടെ വന്നിട്ട് അവസാനം കുതികാല് വെട്ടുവല്ലേ ചെയ്തേ എന്നൊക്കെ ചോദിച്ചാൽ ദീപ്തി ചൂടാവുകയാണ്. വേദ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ ദീപ്തി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. വേദയ്ക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും ദീപ്തിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. ദീപ്തിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണേ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ആ സമയം കമലയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. മാഷും ശ്രീജ വിശ്വ എല്ലാവരും കൂടെ കൂടിയിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ പരിശോധിക്കാനായിട്ട് കയറ്റി. മാഷിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒടുവിൽ കമല ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ്. ഈ സമയത്ത് ശ്രീജയാണ് വേദയോട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതുപോലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. വേദ പെട്ടെന്ന് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീജ വന്നു. ശ്രീജയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വാസവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതെല്ലാം പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, വിക്രത്തിനെക്കുറിച്ച് വല്ല വിവരം വേദയ്ക്ക് അറിയാമെന്ന് ചോദിച്ചു. വേദ പറഞ്ഞേ ഇല്ലയെന്ന് പറഞ്ഞു. വിക്രം എവിടെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. ആ സമയത്ത് വേദ പറഞ്ഞു, അമ്മയെ കയറി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പം ആർക്കും കയറി കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് മാഷിനെയൊക്കെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛ പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കൊന്നുമില്ല. അതുപോലെ തന്നെ വിക്രത്തിന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മോളെ, പക്ഷേങ്കിൽ ആ വാസവനും ഗുണ്ടകളും വിക്രം അയാളുടെ മോനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ടാ വിക്രത്തെ ഇല്ലാതാക്കാൻ നടക്കുന്നത്. ഒരു പക്ഷേ വിക്രം അങ്ങനെ അവരുടെ കൺമുന്നിൽ ചെന്ന് പെട്ടാ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അച്ഛൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് വേദ നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയാണ്. ഹോസ്പിറ്റലിലാണ് കമല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് കേട്ടപ്പോൾ വിക്രത്തിന് ടെൻഷനായി. എങ്ങനെയെങ്കിലും തനിക്ക് തൻ്റെ അമ്മയെ കാണണമെന്നൊരു ചിന്തയുണ്ട്. വേദ പറഞ്ഞു, ഒരു കാരണവശാലും വിക്രം ഹോസ്പിറ്റലിലേക്ക് പോകാൻ ശ്രമിക്കരുത്. കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ അവരെങ്ങാനും കണ്ടുകൊണ്ട് തീർന്നു. അതോടുകൂടി ഒന്നെങ്കിൽ പോലീസുകാർ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാസവൻ്റെ ആൾക്കാർ പിടികൂടിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. അവസാനം വിക്രത്തിന് അവർ മരണശിക്ഷ വിധിക്കുള്ളൂ. ഈ പറയുന്ന SI സാബുവും കൂട്ടരും വിക്രത്തെ വെറുതെ വിടത്തില്ല, അവനെ കൊന്നു കളയത്തുള്ളൂ. അത് വേദയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വേദ ഉപദേശിക്കുന്നത് വിക്രം ഒരിടത്തേക്കും പോവല്ലെന്ന്. പക്ഷേ എങ്കിൽ വിക്രത്തിനാണെങ്കിലോ തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വയ്യായിക എന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ല. രാത്രിയാകാൻ വേണ്ടി വിക്രം കാത്തിരുന്നു. രാത്രിയായി കഴിഞ്ഞപ്പം വിക്രം എന്ത് ചെയ്തു, നേരെ ഒരു ഷോളൊക്കെ എടുത്ത് തലവഴി മൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അമ്മയെ കാണണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു വട്ടമെങ്കിലും കാണണം. അമ്മയെ കാണാതിരിക്കാൻ വിക്രത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്നു. പക്ഷേ കൃത്യം മാഷിൻ്റെ മുന്നിലേക്കാണ് ചെന്ന് പെടുന്നത്. മാഷിന് എന്താണെങ്കിലും തൻ്റെ മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഈ സമയത്ത് മാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത ടെൻഷനായിരുന്നു. മാഷ് പറഞ്ഞു, വിക്രം നീ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. എങ്ങാനും നിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാസവൻ്റെ ഗുണ്ടകൾ ആരെങ്കിലും കണ്ട പ്രശ്നമാവെന്ന് പറഞ്ഞു. വിക്രം ഒന്നുമില്ല, എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം, ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കൊള്ളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രം കമലയെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.